ഇന്നത്തെ എപ്പിസോഡിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ തട്ടിപ്പായ വൺകോയിൻ്റെ കഥയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, പക്ഷേ സത്യമാണ്. 2016 റൂജ ഇഗ്നറ്റോവ എന്ന കരുത്തിയായ സ്ത്രീ UK വെംബ്ലി അരീന വീതിയിലെത്തി താൻ കണ്ടുപിടിച്ച വൺകോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ ആകുമെന്ന് ആവേശത്തോടെ പറയുന്നു. ഇത് ബിറ്റ്കോയിൻ കില്ലർ ആയിരിക്കുമെന്നും നിക്ഷേപകർക്ക് അവിശ്വസനീയമായ സമ്പാദ്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനോടകം തന്നെ ബ്രിട്ടീഷ് നിക്ഷേപകർ വൺകോയിനിലേക്ക് ഏതാണ്ട് 30 ദശലക്ഷം പൗണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു. ബിറ്റ്കോയിനിൽ നിക്ഷേപിക്കാനാകാതെ മാറി നിന്ന പലരും ബിറ്റ്കോയിൻ്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു അത്. പുതിയ ഈ അവസരം നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. വൺകോയിൻ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള കവാടമാണെന്ന് അവർ വിശ്വസിച്ചു. 2014 മുതൽ 2017 വരെ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരിൽ നിന്ന് ഹോങ്കോങ്ങിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കാനഡയിൽ നിന്നും ഉൾപ്പെടെ വൺകോയിൻ 4 ബില്യൺ പൗണ്ട് ആകർഷിച്ചിരുന്നു. പക്ഷേ 2017 ആയപ്പോഴേക്കും നിക്ഷേപകർ പരിഭ്രാന്തരാകാൻ തുടങ്ങി. അവർക്ക് അവരുടെ വൺകോയിൻ ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. റൂജ ഇഗ്നറ്റോവയിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ച് അവർ പോർച്ചുഗലിലെ ലിസ്ബണിൽ ഒത്തുകൂടി. പക്ഷേ അവർ ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഈ നിഗൂഢ സ്ത്രീ ആരാണ്? ഇത്രയും വിശ്വസനീയമായി തട്ടിപ്പ് നടത്താൻ അവർക്ക് എങ്ങനെ സാധിച്ചു? 2014 റൂജ ഇഗ്നറ്റോവയും കാൾ സെബാസ്റ്റ്യൻ ഗ്രീൻവുഡും ചേർന്ന് വൺകോയിൻ ആരംഭിച്ചു. നിക്ഷേപകർ 140 പൗണ്ട് മുതൽ 1,18,000 പൗണ്ട് വരെയുള്ള മെമ്പർഷിപ്പുകൾ വാങ്ങി. വിദ്യാഭ്യാസ സാമഗ്രികളും വൺകോയിൻ വാങ്ങാനുള്ള ടോക്കണുകളും സ്വീകരിച്ചു. ഈ കാശുകൾ പണമായും ആഡംബര സാധനങ്ങളായും കൈമാറ്റം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് ഇവിടെയായിരുന്നു. വൺകോയിൻ പ്രവർത്തിച്ചത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് MLM പദ്ധതിയായിട്ടാണ്. അതായത് പുതിയ ആളുകളെ ചേർക്കുന്നതിലൂടെ അംഗങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും. ഇത് ഒരു പരമ്പരാഗത പിരമിഡ് തട്ടിപ്പിൻ്റെ രീതിയാണ്. ഒറ്റനോട്ടത്തിൽ വൺകോയിൻ ഒരു പണം ഉണ്ടാക്കുന്ന യന്ത്രം പോലെ തോന്നിയിരുന്നു പലർക്കും യഥാർത്ഥ പണം തന്നെ ലഭിച്ചിരുന്നു. കൂടാതെ പലരും ലാവിഷ് പാർട്ടികളിലേക്കും ഇവൻറ്റുകളിലേക്കും ഇൻവൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. യഥാർത്ഥ പ്രശ്നങ്ങൾ പുറത്തറിയാൻ തുടങ്ങുന്നത് ബിയോൺ ബിയർക്ക എന്ന ബ്ലോക്ക് ചെയിൻ വിദഗ്ധനെ വൺകോയിനായി ബ്ലോക്ക് ചെയിൻ സൃഷ്ടിക്കാൻ ഒരു ജോബ് ഓഫർ വരുമ്പോൾ മുതലാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു ബ്ലോക്ക് ചെയിൻ ഇല്ലാതെ ഏകദേശം 3 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനി. ബിയോർക്ക ഒരു വിസിൽ ബ്ലോവറായി വൺകോയിൻ സ്വമേധയാ നാണയങ്ങൾക്ക് മൂല്യങ്ങൾ നൽകുന്നുവെന്ന് വെളിപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ വൺകോയിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പല നിക്ഷേപകരും ഈ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. 2017 തുടക്കത്തിൽ വൺകോയിൻ്റെ സ്വകാര്യ എക്സ്ചേഞ്ച് xcoinex.com പെട്ടെന്ന് അടച്ചുപൂട്ടി. നിക്ഷേപകർക്ക് പണം നൽകാനായില്ല. കൂടാതെ പദ്ധതി തകർന്നു. ഗ്രീൻവുഡിന് 20 വർഷം തടവും $300 മില്യൺ പിഴയും വിധിച്ചു. എന്നാൽ ഇഗ്നറ്റോവ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷയായി. ഇന്ന് റൂജ ഇഗ്നറ്റോവ FBI മോസ്റ്റ് വാണ്ടഡ് ഫിജിറ്റീവുകൾ ഒരാളായി തുടരുന്നു. അവർ മരിച്ചിരിക്കാമെന്ന് ഊഹാപോഹങ്ങളുണ്ട്. പക്ഷേ തെളിവുകളില്ലാതെ അവരുടെ പേര് പട്ടികയിൽ തുടരുന്നു. അവർ എവിടെയെങ്കിലും ഒരു ആഡംബര ജീവിതം നയിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നവരുമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ അഴിമതിയായ വൺകോയിൻ്റെ കഥ ഇതാണ്. റൂജ ഇഗ്നറ്റോവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കരുതുന്നത്? അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. Don't forget to like, subscribe and hit the bell icon for more incredible stories from the world of finance and technology. Until the next time, stay curious and stay safe.